വെൽക്കം ടു നിഫി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ട്രക്കിംഗ് ആണ്. ഇനി സെക്കൻഡ് ബേസ് ക്യാമ്പിൽ എത്തണേ. അപ്പോൾ നമ്മുടെ ടീമുകൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ടീമുകളും ഉണ്ട്. അതെ, നമ്മുടെ പയ്യ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി ട്രക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. അതിൻ്റെ ക്ലാസ് ആണ് നെക്സ്റ്റ് നടക്കാൻ പോണേ. അപ്പോൾ നമുക്ക് കാണാം. ये जो आपका केदारनाथ है, यहाँ पे दो चीज आपका यूज में आता है, ठीक है. पहला आता है आपका गेटर्स, दूसरा आता है आपका स्पाइक्स. അവിടെ എല്ലാം ഫുൾ ആയിട്ട് ഓപ്പൺ ആയി കിടക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ യൂസേജ് വരുന്നതാണ്. ഇതിന്റെ യൂസേജ് വരുമെന്ന് നമുക്ക് कम है, ठीक है. बर्फ है ही नहीं ऊपर, ट्रेल जो है पूरा ओपन है, तो आपका जो गेटर्स होगा वो यूज नहीं आएगा काम में. ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത്. पहले अगर आप कभी भी अगर स्नोबॉर्न एरिया में अगर ट्रेवल करते हैं, ആദ്യമായിട്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലത്തെ ഏരിയയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ यहाँ पे तो आपका गेटर्स यूज नहीं हो पाएगा क्योंकि इस टाइम अभी यहाँ पे स्नो नहीं है. तो मैं आपको बता रहा हूँ कि किस तरीके से गेटर्स का यूज होता है. അതായത് ഈ സാധനം യൂസ് ചെയ്യുന്നതിൻ്റെ ഇത് പറഞ്ഞു തരുന്നതാണ് പുള്ളി പറയുന്നത്. വേറെ എന്തൊക്കെയോ പറയുന്നത്. गेटर्स पे एक लॉकिंग सिस्टम होता है इस तरीके का. करना है बूट के पीछे से लेके जाना है, ठीक है. तो ये रहता है ना लॉकिंग सिस्टम, ये एडजस्टेबल रहता है. अगर आपको पूरा टाइट चाहिए होगा तो आप इसको फ्रंट में लॉक कर सकते हो. वेट होने से പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അകത്ത് നമ്മൾ ഷൂവിന്റെ അകത്ത് മഞ്ഞ് കയറാണ്ടിരിക്കാൻ വേണ്ടി, സോക്സ് ഒന്നും നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചത്? ഞാനിങ്ങനെ ഭായിമാരോട് വായിട്ടലച്ച് ബംഗാളി കൂടെ പണിയെടുപ്പിച്ചത്. दूसरा इसमें आता है क्रेम्पोन, जो बड़ा वाला होता है. उसका जो यूज होता है वो होता है आपका हार्ड क्लाइंबिंग के लिए, जहाँ पे हार्ड आइस होता है. ഇത് കുറഞ്ഞ സാധനമാണ്, മിനിയാണ്. ഇത് കൂടിയത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര ട്രക്കിങ്ങിലാണ്. അത് ഹാർഡായിട്ടുള്ള സർഫസിലാണ്, മഞ്ഞിലാണ് കൂടി യൂസ് ചെയ്യുന്നത്. ഇത് കുറഞ്ഞ ടൈപ്പാണ്. कोई दूसरे के ग्रुप के साथ नहीं चलेगा, ठीक है. വേറെ ആരും ഗ്രൂപ്പ് കൂടെ പോകാൻ പാടില്ല. നമ്മുടെ ഗ്രൂപ്പായിട്ട് ഫുൾ ആയിട്ട് നമ്മള് നമ്മുടെ ആദ്യത്തെ ബേസ് ക്യാമ്പിനെ വിട പറഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറെ ഇതുണ്ട്, ടെന്റ് സെറ്റപ്പ് ഉണ്ട്. അത് വേറെ ടീമുകളുടെയാണ്. നമ്മുടെ അതാണ് നമ്മുടെ സോണിയ. എവിടെയാ ആ പട്ടി? നീങ്ങാണ്. മഞ്ഞൊക്കും വന്നു തുടങ്ങി. സ്നോ ഏരിയ കൂടെയാണ് ഇനി കയറാൻ പോകുന്നത്. ഫുൾ ഫ്രെയിം ആട്ടോ. ആ വഴി അങ്ങോട്ട് കയറി പോണം. പൊളിക്കും. സെറ്റപ്പ് എന്തായാലും പൊളിക്കും. ഇവിടുന്നുള്ള വ്യൂ പോയിന്റ് ഒക്കെ കണ്ട, ഫുൾ സ്റ്റോയാണ്. സൂര്യൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കൂളിംഗ് ഗ്ലാസ് വെക്കാൻ മറക്കരുത്. അതങ്ങനെ കയറി പോണം. വലിയ ആവശ്യമില്ല കൊടുക്കും. ചാടി പൊളി വ്യൂ പോയിന്റ് ഒക്കെ സെറ്റാ. വ്യൂ ആണ് രക്ഷയില്ലാത്ത. നമ്മൾ നടക്കണ വഴി നോക്ക്. ഇങ്ങനെ അത് വടിയൊന്ന് കൂത്തി എത്ര ആഴത്തിലാണ്. ഇനിയുണ്ട് പൊളി. കേറ് പൊളി രക്ഷയില്ല. പൊളി വൈബ്. ബ്ലോഗർ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ വൈബ്. ഒരു ലേക്കിന്റെ അവിടേക്ക് എത്തിയിട്ടാ. അതിൻ്റെ ഉള്ളിൽ ലേക്കാണ്. സൂപ്പറാ. ഇപ്പോൾ നല്ല രസമുണ്ട്. ഇന്നലത്തെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല. നല്ലൊരു കുത്തനെ കയറ്റായിരുന്നു. ഇന്നൊരു കുഴപ്പമില്ലാത്തൊരു കയറ്റാണ്. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായി, പക്ഷേ ഇപ്പോൾ ഓൾ ഓക്കെ. ഇത് ലേക്ക് എവിടെ സ്റ്റോ അവിടെ മഞ്ഞുമല.
പൊളി. അതിന്റെ മുകളിലേക്ക് കയറണമെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നാളെ അറിയാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി സാധനം, പൊളിച്ചു, ഒന്നും പറയാനില്ല. ഇസ്കാ നാം ക്യാ ഹെ ഭായ? ജൂഡ ലേക്ക്. ഫേമസ് ലേക്ക് ആണെന്നൊക്കെ പറയണേ, നമുക്ക് നോക്കാം. എന്തായാലും ചാലക്കുടി പുഴയുടെ അത്ര ഒന്നുമില്ല. ഈ ജുഡാക് നദിയാണിത്. അപ്പൊ ഇതിനൊരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. ട്രാൻസ്ലേറ്റർ മനസ്സിലല്ലേ പിള്ളേ? അപ്പൊ പറഞ്ഞോ. आप अभी आए हो जुड़ा के लेक पे, ठीक है? हाँ, നമ്മളിപ്പോ जुड़ा लेकिലാണ് വന്നേക്കുന്നത്. हिस्ट्री है वो भैया ये है, एनर्जी इसकी जो हिस्ट्री है वो ये है कि जुड़ा मीन्स होता है जो लड़कियों का बाल होता है ना, गोल करके इस तरीके का जो होता है. അത് നമ്മളെ സ്ത്രീകള് നമ്മളിങ്ങനെ ഇത് ഇട്ടിരിക്കില്ലേ, അതിനെയാണ് ജുഡ എന്ന് പറയുന്നത്. കുടുംബ ഇതാണ് ജുഡ എന്ന് പറയുന്നത്. ഇത് ആണുങ്ങളുടെയാണ്, പെണ്ണുങ്ങളുടെയാണ്. तो जो यहाँ पे जो पहले के जो मवेशी लोग क्या होते थे, वो यहाँ पे रहते थे, वो यहाँ पे सर्वाइव करते थे. तो उनकी जो औरतें होती थी ना, वो यहाँ पे नहाती थी. तो उनके नाम पे यहाँ पे क्या पड़ा है, जूड़ा का लेक पड़ा है. അതായത് ഇവിടുത്തെ നേരത്തെ ആൾക്കാർ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ ഈ നദീനെ ആശ്രയിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ജുഡ ലേക്ക് എന്നുള്ള പേര് വന്നത്. और दूसरा जो ये पानी यहाँ से जाता है आपका सिदरी एक ब्लेज है नीचे, वहाँ पे जाता है इसका पानी. ഇതിലെ സിദ്രി എന്ന് പറഞ്ഞ പ്ലേസിലോട്ടാണ് ഇതിന്റെ വെള്ളം താഴോട്ട് പോകുന്നത്. അപ്പൊ മൂന്നാറ് ചാടുന്ന ഒരു ലൈക്ക് അടിച്ചോളൂ എല്ലാരും. ഏതാ പട്ടിക്കാട്ടിൽ? അപ്പൊ എല്ലാരും ഫുൾ പവറിലാണ്, ഫുൾ ഓണാണ്. നമ്മള് ആ ലേക്കിൽ നിന്ന് വന്ന് കയറാൻ കേട്ടോ മുകളിലേക്ക്. ഇതധികം സീനില്ല, വേരുകളുള്ള കാരണമുണ്ട്, പൈമരത്തിന്റെ വേരുകളുള്ള കാരണമുണ്ട്, അധികം സീനുകളില്ല. ഈ ട്രക്കിങ് സ്ത്രീകൾക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞുള്ള എക്സാമ്പിൾ ഇതാണ്. എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പുള്ളിക്കാരിയുടെ പേര് നെയിം ബോൾ ഞങ്ങ ബിട്ടി ചേച്ചി എന്നാ വിളിക്കുക. അപ്പൊ ആളുടെ ഏജ് കേട്ട 33 ഏജ് ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരി അടക്കം കേറുന്നുണ്ട്. അങ്ങനെ അടിപൊളിയാ. നമ്മുടെ ചായക്കട എത്തിയേക്കാണ്. എല്ലാരും എനർജി ആയിട്ടിരിക്കുക. ഈ സ്നോടെ അവിടുന്ന് നമുക്ക് ചായ കുടിക്കാം. ചായ എവിടെയാണ്? നമ്മുടെ ഇവിടുത്തെ വ്യൂ പോയിന്റ് നോക്കിയേ. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയതാ. വ്യൂ പോയിന്റ് ഒക്കെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ എവിടെയും ഫ്രെയിമാ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളിനി ആ റൂട്ടാണ് പോകുന്നത്. അവിടെ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. കെട്ടയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു ടാസ്ക്കാണ്, പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. കൊല്ല് ഫ്രണ്ട്സ്. ഇതേ നമ്മള് ഇത് അടിച്ചോണ്ടിരിക്കാണ്. നമ്മള് സാധനം ലോക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഇതിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി കയറാം. നമ്മുടെ ഈ ഗ്യാങ്ങില് കൂട്ടത്തിലൊരു സൈബീരിയൻ ഹസ്കി പോലത്തെ ഒരാളെ വേണേ കാണിച്ചിട്ട്. എന്തേ ആൾക്ക് കൂട്ടും കാര്യങ്ങളൊന്നും വേണ്ട, ഇത് തന്നെയാണ്. പിന്നെ പറക്കുന്നുണ്ട്, കാറ്റുള്ളതുകൊണ്ട് മാറ്റി. അവിടെ ടീ ഷോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ടീ ഷോപ്പ് തുറന്നില്ല. അപ്പൊ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ഇവിടെ കയറിക്കൊണ്ടിരിക്കുക. ഈ ഗ്രിപ്പുള്ള രക്ഷപ്പെട്ടു, വഴുക്കണില്ല. സൂപ്പർ. നമുക്ക് കയറുന്ന റൂട്ട് നോക്കി കണ്ട, കയറുന്ന റൂട്ട്. കയറി വയ്യാണ്ടായി. നോക്കിയേ മഞ്ഞ് എൻ്റെ അത്രയുണ്ട്, ഇത്ര ആയിട്ടുണ്ട്. ഫുൾ ഐസാണ്. എൻ്റെ പൊന്നെ എന്താ അടിപൊളിയാണെന്നറിയോ. അപ്പോൾ നമുക്ക് നടക്കാം. റെസ്റ്റ് ചെയ്ത് നെയ്യല്ലേ പറ്റൂല. നീ ഫ്രണ്ടി പോ.
നമ്മള് കേറി ഇവിടെത്തി. പക്ഷെ നല്ല സ്ലോപ്പാണ്. സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലേ, ഭയങ്കര സ്റ്റീപ്പ് കയറ്റായിരുന്നു. അങ്ങോട്ട് ഭയങ്കര സ്ലോപ്പാ. നോക്കി സെറ്റ് അല്ലേ. അതിലേ നമ്മള് ഇത് ചെളിയാന്നല്ലേ വിചാരം. ഇത് ചെളിയല്ല കേട്ടോ, ഇത് ഐസാണ്. ചെളി വന്ന് നടക്കുന്ന നമ്മ ഐസി കൂടിയാണ് നടക്കണേ. സൂപ്പറാണ്. അടുത്ത വ്യൂ പോയിന്റ് ഒന്ന് നോക്കി. ക്യാമ്പ് അവിടെയാണ്. അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് നോക്കിയേ, അടിപൊളിയല്ലേ, സൂപ്പറാണ്. ഇതൊക്കെ വേറെ ടീമുകളാണ് കേട്ടോ ബാക്കിലുള്ളത്. നമ്മുടെ ബേസ് ക്യാമ്പ് ഇത് അവിടെ ഉണ്ട്. നമ്മ കയറുന്ന പീക്ക് കണ്ടില്ലേ, എന്റെ വിരലുണ്ടില്ലേ, ആ പീക്കിന്റെ അവിടെയാണ് നമ്മ നാളെ കയറണ. പൊളിക്കും, അടിപൊളിയായിരിക്കും. ഫൈനലി എത്തി. ഓക്കെ, നമ്മൾ ഫൈനലി സെക്കൻഡ് ക്യാമ്പിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. 11,500 അടി ഫീറ്റ് മുകളിലാണ് നമ്മൾ. ഫസ്റ്റത്തെ ക്യാമ്പ് സൈറ്റ് 8,500 ആണെന്ന്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് അതിനുള്ളിലാണ്. നമ്മുടെ എല്ലാം ഗ്യാങ് ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും വൈബാണ്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയപ്പോ വേറൊരു വ്യൂവും കാഴ്ചയാണ്. സൂപ്പറാണ്. ഈ ക്യാമ്പ് സൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ഓൾ നെക്കി കഴിഞ്ഞാൽ ഞാനുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാലക്കുടി ബൈ ബൈ.